ബഹുമാനരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 1-ന്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗത്തിന്റെ ആദ്യ യാമമാണ്. ഒരു പക്വമതിയായിരുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ആത്മീക വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ പരിശോധനകൾ സഹിക്കാൻ വളരെയധികം സഹിഷ്ണുത അവന് ആവശ്യമാണ്. യാക്കോബ് തന്നെ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സഹിഷ്ണുത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരിശോധനകളെയും പ്രയാസങ്ങളെയും ക്രിസ്തീയ ജീവിതത്തിൽ സഹിച്ച് അതിൽ കൂടിയാണ് നാം മച്യൂരിറ്റി പ്രാപിക്കുന്നത്, ആത്മീകമാകുന്ന പ്രബുദ്ധത പ്രാപിക്കുന്നത്. ഇപ്പൊ 2 പദപ്രയോഗങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും എന്ന് യാക്കോബ് പറയുന്നു. 2 പദപ്രയോഗങ്ങൾ ബൈബിളിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. 1 പരിശോധന, 2 പരീക്ഷ. പരിശോധന എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. പല നിലയിലുള്ള പരിശോധനകൾ, പല ക്ലേശങ്ങൾ, ഇവയെല്ലാം ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ പരീക്ഷ എന്ന് പറയുന്നത് അകത്തു നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്നതാണ്. പരിശോധന പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതും പരീക്ഷ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതുമാണ്. ഇത് നമ്മൾ വേർതിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ വലിയ അപകടം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പരിശോധനകൾ പലപ്പോഴും ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നതാണ്. ബാഹ്യതലത്തിൽ നിന്ന് പല നിലയിലുള്ള പരിശോധനകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. എന്നാൽ പരീക്ഷകൾ എന്ന് പറയുന്നത് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ പാപത്താൽ വീഴ്ച ഭവിച്ച പ്രകൃതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും പരീക്ഷകൾ പാപത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് അല്ലെങ്കിൽ പാപചിന്തകളെ നമ്മൾ ഉളവാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപചിന്തകളെ ഉളവാക്കിക്കൊണ്ട് നമ്മെ പരാജയപ്പെടുത്താനായിട്ടുള്ള പരാജയ ഭീതി ഉളവാക്കുന്ന പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അന്തർഭാഗത്താണ് ഉണ്ടാകുന്നത്. യാക്കോബ് തന്നെ പറയുന്നുണ്ടല്ലോ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു. അതുകൊണ്ട് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. പരീക്ഷകൾ നമ്മെ പലപ്പോഴും പരാജയപ്പെടുത്താറുണ്ട്. പരിശോധനകൾ നമ്മെ വിജയസോപാനത്തിലേക്ക് എത്തിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, പരിശോധനകൾ നമ്മെ കൊള്ളാകുന്നവരായി ദൈവസന്നിധി നിർത്തുകയാണ്. സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും പരീക്ഷകളിൽ നമ്മൾ പരാജയപ്പെടുവാൻ കാരണമായി തീരാറുണ്ട്. വേദപുസ്തകത്തിൽ അതിന് മതിയായ ധാരാളം തെളിവുകളും ഉണ്ട്. എന്നാൽ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തുനിന്ന് വരുന്നതും അത് നമ്മെ വാസ്തവത്തിൽ നമുക്ക് വാസ്തവത്തിൽ നാം ആരാകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരീക്ഷകൾ നമ്മുടെ അകത്തു നിന്നുണ്ടാവുകയും അത് നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് പലപ്പോഴും വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനാകുന്ന യോബ് താൻ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളിൽ കൂടി അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തോട് തന്നെ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പൊ ദൈവം നൽകുന്ന പരിശോധന എന്ന് പറയുന്നത്, അതായത് സ്വർണം, വെള്ളി മുതലായവ അവയുടെ കീടങ്ങൾ മാറി അത് സംശുദ്ധമാകുന്ന ലോകമായി നമുക്ക് നൽകപ്പെടത്തക്ക നിലയിൽ ഉമിത്തിയിൽ അവ വെന്ത് ഉരുകി അതിന്റെ മാറ്റു വർദ്ധിക്കുന്ന പോലെ ദൈവം നമുക്ക് അനുവദിക്കുന്ന പരിശോധനകൾ, അത് രോഗങ്ങളോ മാനസിക ക്ലേശങ്ങളോ പീഡകളോ ബുദ്ധിമുട്ടുകളോ എന്തുതന്നെയായിരുന്നാലും അത് നമ്മെ ക്രിസ്തുയേശുവിൽ തികഞ്ഞവരായി നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ക്രിസ്തുവിനെ കൊള്ളാവുന്നവരാക്കി നമ്മളെ ആത്മീക പ്രഭുത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരീക്ഷകൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ട് നമ്മൾ അത് തകർന്നു പോകാറുണ്ട്. അവിടെയാണ് നാം ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ കരുതലിനെ, ദൈവത്തിന്റെ ഹിതത്തെ ഒക്കെ നമ്മൾ സംശയിക്കുകയും ദൈവഹിതത്തിന് വിപരീതമായി നമ്മുടെ സ്വന്തം ഹിതത്തിന്റെ ആലോചനയ്ക്ക് നമ്മൾ വിധേയപ്പെടുകയും ചെയ്യുന്നത്. വാസ്തവത്തില് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ വാസ്തവത്തിൽ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പരീക്ഷകൾ എന്ന് പറയാറുണ്ട്. ദൈവം നമ്മെ പരീക്ഷിക്കാറില്ല, ദൈവം നമ്മെ പരിശോധിക്കാറുണ്ട്. ദൈവം യോബിനെ പരിശോധിച്ചു. ദൈവം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരുടെ വിശ്വാസത്തെയും സമർപ്പണത്തെയും പരിശോധിച്ചു. ദാനിയേലിന്റെ വിശ്വാസത്തെയും അവന്റെ കാഴ്ചപ്പാടിനെയും ദൈവം പരിശോധിച്ചു. അതെല്ലാം പുറത്തുനിന്നുണ്ടായ
പരിശോധനകൾ, അവിടെയൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. പരീക്ഷകൾ അങ്ങനെയല്ല. ഇതിന് തെളിവായി പല വേദഭാഗങ്ങളും പല ആളുകളുടെയും ജീവിതത്തിൽ വേദപുസ്തകത്തിലുണ്ട്. വളരെ ഷോർട്ടായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ മെസോപ്പൊട്ടോമിയയിലെ കൽദേരയിൽ നിന്ന് ദൈവം വിളിച്ചു. തേജോമനായ ദൈവം അവനെ വിളിക്കുമ്പോൾ എവിടേക്ക് പുറപ്പെടുന്നു എന്ന് അറിയാതെ അവന് വിശ്വാസാൽ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് അവന് ഏലോൻ മോരോ ദേശം വരെയും അവിടെ നിന്ന് കനാൻ ദേശം വരെ എത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലോൻ മോരോ ദേശത്തിന് കൂടാരം പിടിച്ചു. അവിടുന്ന് കനാൻ ദേശത്ത് അവനെത്തി. എന്നാൽ കനാനിൽ എത്തിച്ചേർന്ന സമയത്ത് അവന്റെ ജീവിതത്തില് അവന് വലിയ ഒരു പരിശോധനയുണ്ടായി. ആ പരിശോധനയെ വേണ്ടത്ര നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് അവന് കഴിയാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ആ പരിശോധന എന്തിനാണെന്ന് തെളിയിക്കാൻ ദൈവത്തിന് അവസരം കൊടുക്കേണ്ടതിന് പകരം അതിനെ പരീക്ഷയാക്കി അബ്രഹാം മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ തന്റെ ആടുമാടുകളെ തീറ്റുവാൻ തനിക്ക് അവിടെ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായി. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവൻ ഈ പരിശോധനയെ അവൻ പരീക്ഷയാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ അവിടെ നിന്ന് കനാൻ ദേശത്തു നേരെ നമ്മൾ വായിക്കുന്നത് ഏബാൽ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്നിട്ട് വലത്തോട്ടുള്ള യാത്ര തിരിക്കേണ്ട പകരം അവൻ ഇടത്തോട്ടുള്ള റൂട്ട് എടുത്ത് മിസ്രൈമിൽ ചെന്ന് എത്തി. വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചേർന്ന് അവിടെ സെറ്റിൽ ചെയ്യാൻ വിളിച്ച അബ്രഹാം ദൈവം നൽകിയ ഈ പരിശോധനയെ പരീക്ഷയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിന്റെ റൂട്ടിന് തന്നെ വ്യതിയാനമുണ്ടായി. കനാനിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്യേണ്ടവൻ അവിടുന്ന് നേരെ ലെഫ്റ്റ് ടേൺ എടുത്ത് ഏബാൽ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടി ഇടത്തോടുള്ള വഴി യാത്ര ചെയ്ത് അവൻ മിസ്രൈം ദേശത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് എന്തെന്നില്ലാത്ത മാനസിക ക്ലേശങ്ങളും എന്തെന്നില്ലാത്ത പ്രയാസങ്ങളും ഒക്കെ അവൻ അഭിമുഖീകരിക്കേണ്ടായി വന്നു. അല്പകാലത്തെങ്കിലും തന്റെ ഭാര്യ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടതായി വന്നു. ഫറവോൻ കൊടുത്ത സമ്മാനങ്ങൾ ഭാര്യ സ്വീകരിക്കേണ്ടായി വന്നു. അങ്ങനെ പല ദുർഘടമേടുകളെ അവനെ അഭിമുഖീകരിക്കേണ്ടായി വന്നു. ദൈവം അവിടെ വെച്ച് അവനെ ബാലശിക്ഷ കഴിയുകയും മടങ്ങി അവനെ അനുസരണത്തിന്റെയും അതുപോലെ അനുഗ്രഹത്തിന്റെയും പാതയിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തു. അതുവരെ തനിക്ക് തുടർച്ചയായി ഉണ്ടായിരുന്ന ദൈവദർശനം അബ്രഹാമിന് ഇല്ലാതെയായി. അതായത് ഏലോൻ മോരോ ദേശത്തു നിന്ന് വന്ന ശേഷം കനാലിലെത്തി അവിടെ നിന്ന് പരിശോധനയെ പരീക്ഷയാക്കി മാറ്റി മിസ്രൈമിലേക്ക് പോയി മടങ്ങി വരുന്നവരെ തുടർച്ചയായി ഉണ്ടായിരുന്ന ദൈവദർശനവും അബ്രഹാമിന് ഇല്ലാതെയായി എന്ന് നാം വായിക്കുന്നു. ഇത് ഒരു ഉദാഹരണമാണ്. അതായത് ജീവിതത്തിലെ പരിശോധനകളെ എങ്ങനെ പരീക്ഷകളാക്കി നമ്മൾ മാറ്റി പരാജയപ്പെടുന്നു, ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. 2, ഇസ്രയേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു, പാട്ടുപാടി അവർ ജീവിതയാത്ര ആരംഭിച്ചു. അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ നാം വായിക്കുന്നു അവരുടെ ജീവിതത്തില് പരിശോധനയുണ്ടായി. ആ പരിശോധനയെ അവരെന്ത് ചെയ്തു? പരീക്ഷയാക്കി മാറ്റി. അങ്ങനെ പരീക്ഷയാക്കി മാറ്റി കഴിഞ്ഞ് ദൈവത്തെ അവർ പരീക്ഷിച്ചു. എന്താ സംഭവിച്ചത്? അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അധികം ദിവസം കഴിഞ്ഞതിന് മുമ്പ് അവർക്ക് കുടിപ്പാൻ വെള്ളം ഇല്ലാതെയായി. അങ്ങനെ വെള്ളമില്ലാതെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 ദിവസത്തോളം വെള്ളത്തിന്റെ ദൗർബല്യതയിൽ അവർ മുമ്പോട്ട് മരുഭൂമിയിൽ യാത്രയുണ്ടായി വന്നു. അങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് വിരോധമായി പിറുപിറുത്തു, മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. പരിശോധനയെ പരീക്ഷയാക്കി മാറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. ദൈവം നമ്മിലുള്ള നമ്മുടെ യഥാർത്ഥമാകുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരുവാനും നാം ആരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാനും ദൈവം തന്നെ മഹത്വം ഉണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെ ശ്രമിക്കുമ്പോൾ നമ്മൾ പരിശോധനയെ തിരിച്ചറിയാതെ പരീക്ഷകളാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 3 ദിവസത്തെ യാത്രയിൽ വെള്ളമില്ലാതെ വന്നു. കുറെ കൂടെ മുമ്പോട്ട് പോയ കുറെ വെള്ളമുള്ള സ്ഥലം കണ്ടു. പക്ഷേ വെള്ളം കുടിപ്പാനോട് കഴിഞ്ഞില്ല. അത് കയ്പായിരുന്നു. മാറ എന്ന സ്ഥലത്തിന് അവർ പേരും ഇട്ടു. അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവർ തിരിഞ്ഞ് ദൈവത്തിന് വിരോധമായി അവരെ മർമറിയുകയാണ്, പിറുപിറുക്കുകയാണ്. അവിടെ ദൈവം എന്ത് ചെയ്തു? അവരുടെ പരിശോധനകളെ പരാജയങ്ങളാക്കി അല്ലെങ്കിൽ പരീക്ഷകളാക്കി അവർ മാറ്റുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. അത് നമ്മുടെ ജീവിതത്തില് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. വാസ്തവത്തില് ദൈവം നമ്മെ ആരെയും പരീക്ഷകളിൽ അകപ്പെടുത്തുന്നില്ല. കുരുന്നിലേന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ പരീക്ഷയ്ക്കും മീതെ പോക്ക് വഴിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് ദൈവം. സഹിക്കാൻ കഴിയാത്ത പരിശോധനകൾ ആർക്കും ദൈവം നൽകുന്നില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ പരീക്ഷയിൽ അടിമപ്പെടുത്തുകയല്ല. മാത്രമല്ല നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അവൻ നമ്മെ വാസ്തവത്തില് ദൈവം നമ്മെ അനുഭവത്തിന്റെ പാഠശാലയിൽ കടത്തിവിട്ട് നാം നമ്മുടെ ഗുണീകരണത്തിനായി പാഠങ്ങൾ പഠിക്കേണ്ടതിന് ദൈവം പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയില്ല. ഒരു വസ്തു മനസ്സിലാക്കണം,
വി ആർ നോട്ട് ഗോഡ്സ് ഷെൽറ്റേഡ് പീപ്പിൾ ബട്ട് സ്കാറ്റേഡ് പീപ്പിൾ. അതായത് സ്കാറ്റേഡ് പീപ്പിൾ. നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥിരതാമസമുള്ളവരായി എവിടെയെങ്കിലും പാർക്കുന്ന ഒരാൾക്കാരല്ല. ഇവിടെ തന്നെ അന്യരും പരദേശവും ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രത്യാശയെ ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ചിതറിപ്പാർക്കുന്നവരാണ്. അതുകൊണ്ട് എന്തോ സംഭവിക്കാം, നമ്മുടെ ജീവിതത്തില് ഇങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടാവാം. പരിശോധനകളിൽ പരീക്ഷകളായി നമ്മൾ മാറ്റിയിട്ട് വല്ലാത്ത ദൈവികമായ ബാലശേഷിക്കൊക്കെ പലപ്പോഴും നമ്മ ബാധ്യഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ദൈവസന്നയിൽ പ്രബലരായി തീരണമെങ്കിൽ, പ്രബുദ്ധരായി തീരണമെങ്കിൽ, നാം ആത്മീയരായി ഉന്നതന്മാരായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് ഫേസ് ടെസ്റ്റിംഗ് ആൻഡ് ടെംപ്റ്റേഷൻസ്. നമ്മുടെ ജീവിതത്തില് പരിശോധനകളും പരീക്ഷകളും ഉണ്ടാകണം. പരീക്ഷ ആരാകും നമ്മളെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിൽ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരാകുന്നു എന്ന് നമ്മെ തന്നെ വെളിപ്പെടുത്താറുണ്ട്. അതിലേക്ക് നമ്മെ നയിക്കുന്ന 3 അനിവാര്യമായ ഘടകങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളാം. ഒരു വസ്തുത മനസ്സിലാക്കുക, പരീക്ഷകൾ ഇത് രണ്ടും ദൈവമക്കൾക്കുണ്ട്. ഒന്ന് ദൈവം നൽകുന്നതും മറ്റേത് പിശാച് നൽകുന്നതുമാണ്. പരിശോധന ദൈവം അനുവദിക്കുന്നു, പരീക്ഷകൾ പിശാച് അനുവദിക്കുന്നു. എന്നാൽ ഇവ പരിശോധനകളെ പരീക്ഷകളാക്കി നമ്മൾ മാറ്റുമ്പോൾ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മിച്ചമായി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരിശോധനകളെ ഏത് നിലയിൽ, ഏത് വീക്ഷണത്തിൽ മനസ്സിലാക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.